ഇവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 പിള്ളേരെ എല്ലാ സബ്ജക്റ്റിലും ഫെയിലായി എന്ന് പറഞ്ഞ് സാർ അവരെ വിളിച്ചു. അതിലൊരുത്തന്റെ കയ്യിൽ ചൂരൽ കൊടുത്ത്, നിങ്ങൾ ജയിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല, അതുകൊണ്ട് എന്നെ അടിച്ചോ എന്ന് പറഞ്ഞാണ് ചൂരൽ കൊടുത്തിരിക്കുന്നത്. ആ പയ്യനും വേണ്ട സാർ, ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറഞ്ഞു. സാർ ആ ചൂരൽ വെച്ച് തന്നെ നല്ല തല്ല് കൊടുത്ത് തിങ്കളാഴ്ച വരുമ്പോൾ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. ഇവര് 2 ദിവസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞ് ആഘോഷിക്കാണ്. മാങ്ങ കറിയുക, പുളി തിന്നുക, കണ്ടവന്റെ പറമ്പിൽ കയറി എല്ലാം മോഷ്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പറമ്പിന്റെ ആൾക്കാരും അവരുടെ വീട്ടിൽ വന്ന് മോഷ്ടിച്ച് തിന്നാനോടോ പിള്ളേരെ വളർത്തുന്നതെന്ന് പറഞ്ഞ് അവരെ അപമാനിച്ചിട്ട് പോയി. ആ ദേഷ്യത്തിൽ അവര് വീട്ടിലേക്ക് വന്നതും 3 എണ്ണത്തിന് നല്ല തല്ല് കിട്ടി. ഇനി പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. എന്നാലും അടുത്ത ദിവസം ഒപ്പിടാൻ വേണ്ടി അച്ഛന്റെ കയ്യിൽ കൊടുത്തു. ഇതിലേതാണ് മാർക്ക് എന്ന് ചോദിച്ചാൽ ആകെ മൊത്തം കിട്ടിയ 156 മാർക്ക് കാണിച്ച് ഇതാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണോ 100ൽ 156 കിട്ടിയതെന്ന് ചോദിച്ചാൽ നല്ലോണം പഠിച്ചാൽ ഇങ്ങനെയാണ് അച്ഛ എന്ന് പറഞ്ഞു. ഒപ്പ് സെറ്റാക്കി. ഇപ്പൊ സാറ് എല്ലാവരുടെ കാർഡും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ രാജു എന്ന പയ്യനെ വിളിച്ച്, നിന്റെ അച്ഛൻ തന്നെയാണോടാ ഒപ്പിട്ടതെന്ന് ചോദിച്ചു. അവരാണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ പപ്പുവിനോട് ചോദിക്കൂ സാർ എന്ന് പറഞ്ഞതും അവന് സത്യമാണെന്ന് പറഞ്ഞ് കയ്യിൽ അടിച്ചതും അവന്റെ കയ്യിലുള്ള മഷി കണ്ടു. പാവ രാവിലെ ഒപ്പ് വാങ്ങിയപ്പോൾ എങ്ങനെ ഒപ്പിടണമെന്ന് അച്ഛന് പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ കള്ളത്തരം എന്ന് പറഞ്ഞ് പൊതിര തല്ല് കിട്ടി. നീയൊക്കെ രാമകൃഷ്ണന്റെ മകനെ നോക്കി പഠിക്കേ, അവനൊക്കെ വലിയവനാകും, അവനെ നോക്കി പഠിക്കടാ എന്ന് പറഞ്ഞ് കരയുന്നത് വരേക്കും അടിച്ചു. ആ പയ്യനെ അവരെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഡേ വെള്ളത്തിൽ ആമക്കുട്ടിയെ കണ്ടോ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു വരുത്തി. ഇപ്പൊ ആ പഠിക്കുന്ന പയ്യനും അതിലേക്ക് ഏന്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കളിയാക്കുന്നോടാ എന്ന് പറഞ്ഞ് അവൻ ആ കുളത്തിലേക്ക് തന്നെ തള്ളിയിട്ടു. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.